ദ്രോണരെ എങ്ങനെയും വധിക്കണം എന്ന ചിന്തയോടെ പാണ്ഡവർ യുദ്ധം ചെയ്യുന്നു. പക്ഷേ ദ്രോണാചാര്യർ അസാമാന്യ ശക്തിയോടെ യുദ്ധം ചെയ്യുകയാണ്. എങ്ങനെയും ദ്രോണരെ വധിച്ചേ മതിയാവൂവെന്ന് കൃഷ്ണൻ വീണ്ടും അർജുനനെ ഓർമ്മിപ്പിക്കുന്നു. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ദ്രോണരോട് പറയുക. അത് യുധിഷ്ഠിരൻ തന്നെ പറയുകയും വേണം. സ്വന്തം പുത്രൻ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ദ്രോണാചാര്യർ ആയുധം താഴെ വയ്ക്കും. ആ സമയത്ത് ദ്രോണരെ വധിക്കാം. ആ മാർഗം മാത്രമേ ഞാൻ ഇനി കാണുന്നുള്ളൂ. ശ്രീകൃഷ്ണന്റെ ഈ നിർദ്ദേശം അർജുനനും യുധിഷ്ഠിരനും സമ്മതമായില്ല. ഉടനെ ഭീമസേനൻ ശത്രുസൈന്യത്തിലെ ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു. ആ ആനയെ കൊന്നു. എന്നിട്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഭീമൻ പറഞ്ഞതുകൊണ്ട് ദ്രോണർ അത് വിശ്വസിച്ചില്ല. പക്ഷേ യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു: അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് ഉച്ചത്തിലും ആന എന്നത് ശബ്ദം താഴ്ത്തിയും പറഞ്ഞു. തൻ്റെ പുത്രൻ മരിച്ചു എന്ന് വിശ്വസിച്ച് ദ്രോണാചാര്യർ ആകെ തകർന്ന് ആയുധം താഴെ വയ്ക്കുന്നു.